ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെയും അതുപോലെ സോഷ്യൽ സയൻസിലെയും ഒക്കെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നോട്ട് നമ്മൾ PDF ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൻ്റെയൊക്കെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആറ്റങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാൻ, എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്മാത്രകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. തന്മാത്രകൾ എന്ന് പറയുന്നത് ഈ തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആറ്റങ്ങൾ ചേർന്ന് എന്തുണ്ടാകുന്നു? തന്മാത്രകൾ ഉണ്ടാകുന്നു. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ അത് ജലതന്മാത്ര ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം ജലതന്മാത്ര ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 1 ഓക്സിജൻ ആറ്റവും അതുപോലെ 2 ഹൈഡ്രജൻ ആറ്റവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ജലതന്മാത്ര കിട്ടുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര. അപ്പോൾ ഒരു പഞ്ചസാര തന്മാത്ര എത്രയെന്ന് ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ എന്താണ് പഞ്ചസാര തന്മാത്ര? ഏതൊക്കെ ചേർന്നതാണ്? 12 കാർബൺ ആറ്റങ്ങളുണ്ട്, ഇതിൽ 22 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് 11ആണ്. അപ്പോൾ ഇത് 3ഉം ചേർന്നതാണ് പഞ്ചസാര തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പഞ്ചസാര തന്മാത്രയാണ്. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ മിശ്രിതം. അപ്പം മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകില്ലേ? അപ്പോൾ ഈ മിശ്രിതത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകില്ലേ? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ ചിത്രം A, B, അതുപോലെ C, D ഇങ്ങനെ 4 കോളങ്ങളിൽ പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ഈ ഒരു തന്മാത്രകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചിത്രീകരണങ്ങൾ നിരീക്ഷിച്ചില്ലേ? A എന്ന പദാർത്ഥത്തിൽ എത്ര തരം തന്മാത്രകളുണ്ട്? അപ്പോൾ Aയിൽ എത്ര തരം തന്മാത്രകളുണ്ട്? ഒരേ തരത്തിലുള്ള തന്മാത്ര മാത്രമാണ് Aയിലുള്ളത്. ഇനി Bയിൽ എത്ര തരത്തിലുള്ള തന്മാത്രകളാണ്? 2 തരത്തിലുള്ള തന്മാത്രകളുണ്ട്. അതുപോലെ തന്നെ Cയിലും 2 തരത്തിലുള്ള തന്മാത്രകളുണ്ട്. Dയിൽ വന്നപ്പോൾ ഒരു തരത്തിലുള്ള 2 തന്മാത്രകളെയാണ് നമ്മൾ ഈ 2 തന്മാത്രകൾ ഒരേ രീതിയിലുള്ള ഈ 2 തന്മാത്രകളെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇനി ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകൾ ഉള്ളത് എന്ന് നിരീക്ഷിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ഇനം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നവ മിശ്രിതങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ചിത്രത്തിൽ ഏതെല്ലാമാണ് മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ Bയും Cയുമാണ് മിശ്രിതത്തിൽ വരുന്നത്. ബാക്കിയൊക്കെ എന്താണ്? തന്മാത്രകൾ, ഒരേപോലുള്ള തന്മാത്രകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഒരേപോലുള്ള തന്മാത്രകൾ? ഈ കാണുന്ന Aയും അതുപോലെ Dയും എന്താണ്? ഒരേ തന്മാത്രകളാണ്. ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇക്കാര്യങ്ങൾ ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിൽ നിന്നുള്ള ABCD എന്നീ പദാർത്ഥങ്ങളുടെ ചിത്രീകരണങ്ങളിൽ നിന്ന് ശുദ്ധ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്നും മിശ്രിതങ്ങൾ ഏതൊക്കെയെന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. അപ്പം മിശ്രിതങ്ങളാണെങ്കിലോ വ്യത്യസ്ത തന്മാത്രകളുള്ളവയാണ് മിശ്രിതങ്ങൾ. മിശ്രിതങ്ങൾ
ശുദ്ധപദാർത്ഥങ്ങളാണോ എന്തുകൊണ്ട് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ ജലം എടുക്കുകയാണെങ്കിൽ മാലിന്യമില്ലാത്ത ജലമാണെങ്കിൽ അതെന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അപ്പം മാലിന്യമില്ല എങ്കിൽ വേറൊന്നും കലരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് എന്താണ്? ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അതൊരു ശുദ്ധപദാർത്ഥമാണ്. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ശുദ്ധപദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിച്ചെഴുതണം. അപ്പം ഞങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇരുമ്പും ചെമ്പും കൂടിയുള്ള സംസാരം, അതിലെന്താണ്? ഞങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണ്. ഞാനും ഒരു ശുദ്ധപദാർത്ഥമാണ്. ആര് പറയുന്നു? കാർബൺ പറയുന്നു. പിന്നെയോ ഞാനും ഒരു ശുദ്ധപദാർത്ഥമാണ്. അതാരാ? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഞങ്ങളും ശുദ്ധപദാർത്ഥങ്ങളാണ് എന്ന് ആര് പറയുന്നുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും പറയുന്നുണ്ട്. ജലം പറയുന്നു ഞാനും ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? താഴെ കൊടുത്ത പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്നിങ്ങനെ തരംതിരിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം പദാർത്ഥം ഏതാണ്, ഉൾപ്പെട്ടിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെ, ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് കഞ്ഞി എന്ന് പറയുന്നത് ജലം, ഉപ്പ്, മറ്റ് പദാർത്ഥങ്ങൾ കൂടി ചേർന്നതാണ് കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കഞ്ഞി എന്ന് പറയുന്നത് മിശ്രിതമാണ്. അപ്പോൾ രണ്ടാമത്തതാണ് മിശ്രിതമാണ്. ഇനി പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഏത് ചേർന്നതാണ്? ഗ്രാഫൈറ്റ് മാത്രം ചേർന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇത് എന്ത്? ശുദ്ധപദാർത്ഥമാണ്, പെൻസിൽ ഗ്രാഫൈറ്റ്. അടുത്ത പഞ്ചസാരയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ത് തന്നെയാണ്? പഞ്ചസാരയാണ്. ഇപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു ഒരു പഞ്ചസാരയുടെ തന്മാത്ര എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്? കാർബണും അതുപോലെ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ചേർന്നതാണ് പഞ്ചസാര തന്മാത്ര. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു മിശ്രിതമാകില്ലേ? അതൊരു മിശ്രിതമാണ്. പിന്നെ പറയുന്നത് സോഡാവെള്ളം, കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നതാണ് സോഡാവെള്ളം. ഇതും എന്താണ്? ഒരു മിശ്രിതമാണ്. അടുത്ത സംഭാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ ചേർന്ന സംഭാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു മിശ്രിതമാണ്, അതും മിശ്രിതമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ശുദ്ധജലമാണ്. ശുദ്ധജലം എന്ന് പറയുന്നത് ജലം മാത്രം ചേർന്നതാണ്. അത് എന്താ? അത് ശുദ്ധജലം എന്ന് പറയുന്നതും നമ്മുടെ ഏകാത്മക പദാർത്ഥം അല്ലെങ്കിൽ ശുദ്ധപദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർന്നതാണ്. അപ്പോൾ അതും ശുദ്ധപദാർത്ഥമാണ്. സ്വർണ്ണാഭരണം, സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? സ്വർണ്ണാഭരണം ഉണ്ടാകുന്നത്. സ്വർണം, വെള്ളി, ചെമ്പ്. അപ്പോൾ അതെങ്ങനെയുള്ളതാണ്? അതൊരു മിശ്രിതമാണല്ലോ. ഇനി വെറും സ്വർണം എന്ന് പറയുമ്പം സ്വർണ്ണ ആഭരണമാണ് സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. സ്വർണം എന്ന് പറഞ്ഞാൽ വെറും സ്വർണം കൊണ്ടാണ്, അതൊരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. സ്വർണവും സ്വർണ്ണാഭരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടകപദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞ ശുദ്ധമായ പാല്, അതുപോലെ വെളിച്ചെണ്ണ, ഇതൊക്കെ നെയ്യ്, ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞതുപോലെ ഒരു തന്മാത്രകൾ അടങ്ങിയ ഏകാത്മക മിശ്രിതമാണ് എന്നാണ് പറയുന്നത്. ഇനി ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ.
ഓരോ വിഭാഗത്തിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. ശുദ്ധ പദാർത്ഥങ്ങൾ ഏതെല്ലാം, അതുപോലെ മിശ്രിതങ്ങളിലെ ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ഇവ ഏതൊക്കെ എന്നെല്ലാം ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ്. ശുദ്ധജലം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ്. അതുപോലെ സ്വർണം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ്. പിന്നെ നമുക്ക് പറയാം അലൂമിനിയം ഒരു ശുദ്ധ പദാർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവയാണ് ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. മിശ്രിതങ്ങളെ നമ്മൾ രണ്ടായിട്ട് പൊതുവെ തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏകാത്മക മിശ്രിതം, രണ്ടാമത്തേത് ഭിന്നാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, ഒരു ഘടകം മാത്രം അടങ്ങിയിട്ടുള്ള മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. അതായത് ഒരു ഇപ്പോൾ പഞ്ചസാര ലായനി എന്ന് പറയുമ്പം അത് എല്ലായിടത്തും ഒരുപോലെ, അതിലെ ഘടകങ്ങൾ എല്ലായിടത്തും ഒരേപോലെയാണ് എങ്കിൽ അങ്ങനെയുള്ള ലായനിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മിശ്രിതം, അതാണ് എന്ത് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇനി ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പും അതുപോലെ ജലവും, അതിൽ ഉപ്പ് അലിയാതെ കിടക്കുന്നു, അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഭിന്നാത്മക മിശ്രിതം. ഇനി ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്. എണ്ണ എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ്. എണ്ണ ഏകാത്മക മിശ്രിതമാണ്. അതുപോലെ പാൽ ഏകാത്മക മിശ്രിതമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ്, പഞ്ചസാര ലായനി, ഉപ്പ് ലായനി, ഇതൊക്കെ ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം. അതായത് ഏകാത്മക മിശ്രിതം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലായിടത്തും ഒരേ ഗുണങ്ങളായിരിക്കും. പഞ്ചസാരയാണെങ്കിൽ ആ പഞ്ചസാര എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഇനി ഭിന്നാത്മക മിശ്രിതമാണെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെയാണ്. സോഡ വെള്ളം എന്ന് പറയുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. ഇനി സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. അതുപോലെ നമ്മൾ കലങ്ങാത്ത ഉപ്പ് ലായനി എന്ന് പറയുമ്പം അത് ഭിന്നാത്മക മിശ്രിതമാണ്. ഇങ്ങനെ നമുക്ക് തരംതിരിച്ച് പറയാം. ഇനി കൂടിക്കലർന്നവ വേർതിരിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിക്കലർന്നവയെയാണ് നമ്മൾ മിശ്രിതങ്ങളെന്ന് പറയുന്നത്, അല്ലേ? മിശ്രിതം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ്, ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ മിശ്രിതങ്ങളെന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന മിശ്രിതങ്ങൾ ശ്രദ്ധിക്കൂ. ഈ മിശ്രിതങ്ങളിൽ നിന്ന് അതിലെ ഘടകവസ്തുക്കളെ എങ്ങനെ വേർതിരിക്കാമെന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചിത്രത്തിലെ കല്ല് കലർന്ന അരിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കല്ല്, ഇത് അരി. അപ്പോൾ കല്ല് കലർന്ന അരിയാണ് ഒന്നാമത്തെ ചിത്രത്തിലുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിലോ മണലും ഇരുമ്പ് പൊടിയും ചേർന്നതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പം നമുക്ക് ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കല്ല് കിടക്കുന്നതും അതുപോലെ അരി കിടക്കുന്നതും തിരിച്ചറിയാൻ നമുക്ക് പറക്കിയെടുക്കാനും എളുപ്പമാണ്. പക്ഷേ രണ്ടാമത്തെ ചിത്രം നോക്കി. രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് മണലും ഇരുമ്പും അടങ്ങിയ ഘടകം, ഇത് നമുക്ക് പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. വേർതിരിച്ചെടുക്കാനല്ല, ഇത് നമുക്ക് പെട്ടെന്ന് നുള്ളി പറക്കിയെടുക്കാൻ, ഈ അരിയിലെ കല്ല് പെറുക്കിയെടുക്കുന്നത് പോലെ പെറുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഈ 2 മിശ്രിതങ്ങളിലെ ഘടകപദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? അപ്പം നമുക്കറിയാം അരിയിൽ എന്തൊക്കെയുണ്ട്. കല്ല്, അതുപോലെ അരി, ഇതൊക്കെ അരിയിലെ ഘടകപദാർത്ഥങ്ങളാണ്. ഇനി മണലും ഇരുമ്പ് പൊടിയും കലർന്നതിലാണെങ്കിലോ മണൽ, ഇരുമ്പ് പൊടി, ഇതൊക്കെയാണ് ഘടകപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു 3 ചോദ്യം തന്നിട്ടുണ്ട്. 4-5 ചോദ്യം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ അരിയും കല്ലും എന്താണ്, വ്യത്യസ്ത നിറത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കല്ല് അരിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി നോക്കിയേ, അവയ്ക്ക് ഒരേ ആകൃതിയും വലിപ്പവുമാണോ? അപ്പോൾ ഈ അരിക്കും കല്ലിനും ഒരേ ആകൃതിയല്ല, ഒരേ വലിപ്പമല്ല, ഒരേ നിറമല്ല. അപ്പോൾ അത് നമുക്ക് വേർതിരിച്ച് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഇവയിൽ ഏത് മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ സാധിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ 2 ഘടകങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് നമ്മുടെ ഇരുമ്പും
മണലും ചേർന്നതും, രണ്ടാമത്തേത് എന്താണ്, കല്ലും അരിയും ചേർന്ന ഘടകവും. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് എളുപ്പം പറക്കി മാറ്റാൻ സാധിക്കുന്നത് എന്തിനെയാണ്? അത് കല്ല് കലർന്ന അരിയെയാണ് നമുക്ക് എളുപ്പത്തിൽ മാറ്റി എടുക്കാൻ സാധിക്കുന്നത്, പെറുക്കി കളയാൻ പറ്റുന്നത്. കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവുമായിരുന്നെങ്കിൽ പെറുക്കി മാറ്റാൻ സാധിക്കുമോ? അപ്പോൾ കല്ല് നമ്മൾ അരിയുടെ അതേ നിറത്തിലുള്ള കല്ല് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളരെ പെട്ടെന്ന് പെറുക്കി മാറ്റാൻ സാധിക്കുകയില്ല. ഇരുമ്പ് പൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിയുമോ? അപ്പോൾ ഇരുമ്പ് പൊടി നമുക്ക് ഉറപ്പായിട്ടും അറിയാം, ഇരുമ്പ് പൊടി മണലിൽ നിന്ന് ഒരിക്കലും നമുക്ക് കൈകൊണ്ട് പെറുക്കിയെടുത്ത് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അത് വളരെ പ്രയാസം ആയ ഒരു കാര്യമാണ്. ഇരുമ്പ് പൊടിയുടെ മറ്റേതെങ്കിലും സവിശേഷത പ്രയോജനപ്പെടുത്തി ഇരുമ്പ് പൊടി മണലിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ കാന്തം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ നമുക്ക് മണലിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഘടകവസ്തുക്കളെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ രണ്ട് വേർതിരിക്കൽ രീതിയിലും നാം പ്രയോജനപ്പെടുത്തുന്നത്? അപ്പോൾ ഈ ഘടകവസ്തുക്കളുടെ എന്തൊക്കെ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പെറുക്കിയെടുക്കുക, ഇരുമ്പ് പൊടി മണലിൽ നിന്ന് മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ വേർതിരിച്ചെടുക്കുക, അരിയിൽ നിന്ന് കല്ല് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ രീതിയിൽ ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി താഴെ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് പെറുക്കി മാറ്റൽ, കല്ല് അരിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പെറുക്കിയെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ്, മണലിലാണെങ്കിൽ കാന്തം ഉപയോഗിച്ച് വേർതിരിക്കാൻ സാധിക്കും. ഇനി അരിച്ച് മാറ്റാൻ സാധിക്കും. നമ്മളിപ്പോൾ വെള്ളം ഉപയോഗിച്ച് അരിച്ച് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെയും അതുപോലെ തന്നെ അരിയിലാണെങ്കിൽ നമുക്ക് അരിച്ച് മാറ്റാൻ ഉപയോഗിക്കും. ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് അവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വേർതിരിക്കൽ രീതികൾ ചർച്ച ചെയ്യൂ. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് വേർതിരിക്കൽ രീതിയൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഘടകവസ്തുക്കളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഓരോന്നിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്നും പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ എന്താണ് ചെയ്യാറുള്ളത്? അപ്പം നമുക്ക് ഈ ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അരിച്ച് മാറ്റാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ തേയില കളയുന്നതിന് വേണ്ടി നമ്മൾ ചായ അരിപ്പ ഉപയോഗിച്ച് അരിച്ച് വേർതിരിക്കും. ഇനി അരി വേവിക്കുന്നതിന് മുമ്പ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ ഏത് മാർഗത്തിലൂടെയാണ് നീക്കം ചെയ്യുന്നത്? അതും നമ്മൾ അരിച്ച് നീക്കാറുണ്ട്, അതുപോലെ നുള്ളിപ്പറുക്കി എടുക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനി കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? അപ്പോൾ കലങ്ങിയ വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ കലങ്ങിയ വെള്ളം കൊണ്ട് കുറേ നേരം നമ്മൾ വെച്ചിരുന്നാൽ ആ വെള്ളം എന്ത് ചെയ്യും? തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് കുറേ നേരം തെളിയൂറ്റുന്നതിനായി വയ്ക്കാം. അതുപോലെ ഫിൽട്ടർ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് വെള്ളം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശുദ്ധീകരിച്ച് എടുക്കാൻ പറ്റും. വീട് പണികൾക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റ് മാലിന്യങ്ങളും വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുമുണ്ട് വേർതിരിക്കൽ രീതികൾ. ഇവിടെ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു. ഇവിടെ ഉപ്പളങ്ങളിൽ വെള്ളം ശേഖരിച്ചിട്ടിട്ട് ആ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഉപ്പ് ശേഖരിക്കുന്നതാണ് ഇവിടെയൊക്കെ തന്നിരിക്കുന്നത്. ഇനി അതുപോലെ മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നു. വളരെ പെട്ടെന്ന് കാന്തം ഉപയോഗിച്ച് മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ മണലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇരുമ്പ് പൊടി വേർതിരിച്ചെടുക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്നത് നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത് കണ്ടോ? നെല്ല് ഉയർത്തി ഇങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യുന്നു? പതിരും നെല്ലും തമ്മിൽ വേർതിരിഞ്ഞ് വരുന്നു. അതായത് കാറ്റിൽ പതിര് പറന്ന് മാറി വരുന്നു, അതുപോലെ നെല്ല് അതേപോലെ നമുക്ക് കിട്ടുന്നു. ഇനി എന്താണ്? നമ്മൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. എങ്ങനെയാണ്? ഫിൽട്രേഷനിലൂടെയാണ് നമ്മൾ ഇങ്ങനെ തൈര് കടഞ്ഞെടുക്കും അല്ലേ? അപ്പോൾ ഫിൽട്രേഷനിലൂടെയാണ് നമുക്ക് തൈരിൽ നിന്ന് എന്ത് കിട്ടുന്നത്? വെണ്ണ ലഭിക്കുന്നത്. അപ്പോൾ ഓരോ ചിത്രവും വിശകലനം ചെയ്യൂ. ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ താഴെ പറയുന്ന സൂചനകൾ ഉപയോഗിച്ച് കണ്ടെത്തി പട്ടികയിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അരിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച സന്ദർഭങ്ങൾ, അതുപോലെ വേർതിരിക്കാനുള്ള മാർഗം, ഇവ രണ്ടും നമ്മൾ കോളത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? അപ്പോൾ നമുക്കറിയാം ഉപ്പ് വേർതിരിക്കുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ബാഷ്പീകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത്. അപ്പോൾ ബാഷ്പീകരണമാണ് ഉപ്പ് വേർതിരിക്കുന്നതിനുള്ള മാർഗം. ഇനി തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ഫിൽട്രേഷനിലൂടെയാണ് നമ്മൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത്. നമ്മൾ തൈര് കടയുമല്ലേ? തൈര് ഇങ്ങനെ ഇട്ട് കടയും. അങ്ങനെ ഫിൽട്രേഷനിലൂടെ നമ്മൾ ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നു? വെണ്ണ നമുക്ക് കിട്ടുന്നു. ഇനി മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് അതിന് ഉള്ള മാർഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെ, മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെയാണ് നമ്മൾ മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത്. ഇനി നെല്ലും പതിരും വേർതിരിക്കുന്നത് എന്താണ്? ഉയർത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ പറയും പാറ്റുക എന്ന് പറയും. ഉയർത്തി പാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നു? പതിരെല്ലാം മാറിപ്പോവും. അതിൻ്റെ കട്ടിയുള്ള നെല്ല് നമുക്ക് ധാരാളമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ആയിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നെല്ല് അതുപോലെ ഈ ഒരു ഇരുമ്പ് പൊടിയിൽ നിന്ന്, മണലിൽ നിന്ന് ഇരുമ്പ് പൊടി, ഇതൊക്കെ വേർതിരിക്കുന്നത്. ഇനി പട്ടികയിൽ അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തി ലയിച്ചു ചേർന്ന ഘടകത്തെ വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? അപ്പോൾ അവസ്ഥാമാറ്റം പ്രയോജനപ്പെടുത്തി ലയിച്ചു ചേർന്ന ഘടകത്തെ വേർതിരിക്കുന്നത്, ഇവിടെ 2 സാധനങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ 2 എണ്ണത്തിൽ വേർതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് കടൽ വെള്ളത്തിൽ ഉപ്പ് ലയിച്ച് ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപ്പ് വേർതിരിക്കുന്നത്. ഇനി തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. തൈരിൽ വെണ്ണ ചേർന്നിരിപ്പുണ്ട്. അതിൽ നിന്ന് നമ്മൾ വെണ്ണ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് അവസ്ഥാമാറ്റത്തെ വേർതിരിക്കുന്നത്. ഇനി തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന രീതി മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് നമ്മൾ ഫിൽട്രേഷനിലൂടെയാണ് തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത്. ഘടകത്തിൻ്റെ കാന്തിക സ്വഭാവം പ്രയോജനപ്പെടുത്തി വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? അപ്പോൾ കാന്തിക സ്വഭാവം, ഇവിടെ നമുക്കറിയാം കാന്തിക സ്വഭാവമാണെങ്കിൽ മണലും ഇരുമ്പും കൂടി ചേർന്ന മിശ്രിതത്തിലാണ് കാന്തിക സ്വഭാവമുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? മണലിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഈ കാന്തിക സ്വഭാവത്തിലൂടെയാണ്. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നെല്ലും പതിരും വേർതിരിക്കാൻ അവയുടെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തിയത്? അത് ഉയർത്തി ഇങ്ങനെ അരിച്ചെടുത്താൽ മതിയാവുന്നതാണ്. ഇനി ഘടകവസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് വേർതിരിക്കലിൻ്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഘടകവസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? വേർതിരിക്കലിൻ്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന വിവിധ വേർതിരിക്കൽ രീതികളെക്കുറിച്ച് നമ്മൾ ഇവിടെ കുറേയൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് കുട്ടികൾക്ക് വർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലും എന്തുണ്ട്? മാലിന്യ വേർതിരിക്കലുണ്ട്. അപ്പം നമ്മൾ ശരീരത്തിന് പുറത്താണെങ്കിൽ സോപ്പിട്ടൊക്കെ തേച്ച് കുളിച്ച് നമ്മുടെ ശരീരത്തിലെ മാലിന്യം വേർതിരിച്ച് കളയും, അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. അപ്പോൾ വൃക്കകളാണെന്നത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ച് നീക്കം ചെയ്യുന്നു. അപ്പോൾ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. അപ്പോൾ ഈ രക്തം എന്ത് ചെയ്യുന്നു? നിരന്തരം നമ്മുടെ വൃക്കകളിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? പോവുകയാണ്, അരിക്കലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ് ഈ ഒരു അരിച്ചു മാറ്റൽ, വൃക്കകളിലെ അരിക്കലിന് വിധേയമാക്കൽ എന്ന് പറയുന്നത്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ വൃക്കയ്ക്ക് രോഗമുണ്ടായാൽ ആ രോഗാവസ്ഥ ഏതിലൂടെയാണ് മാറ്റുന്നത്? ഡയാലിസിസിലൂടെയാണ് മാറ്റുന്നത്.
ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ? മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും മനസ്സിലാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈനംദിന ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ? മാത്രമല്ല ആവശ്യമായ സന്ദർഭങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും വിവിധ വേർതിരിക്കൽ രീതികൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം. ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഒരു വിലയിരുത്തലാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു, അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കി എന്ന ഒരു വിലയിരുത്തൽ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോഡാ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. അപ്പോൾ ഇവിടെ ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകപദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഈ മിശ്രിതത്തിൽ അടങ്ങിയ ഘടകപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉപ്പുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്, അതുപോലെ സോഡ ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകപദാർത്ഥം. ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ? അപ്പോൾ ഈ നമ്മൾ ഒരു പാനീയം, സോഡ, ഉപ്പ്, പഞ്ചസാര എന്നിവയൊക്കെ ഇളക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പാനീയം തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇത് ഉപ്പിൻ്റെ രുചിയുണ്ട്, പഞ്ചസാര രുചിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. അതല്ല, ഇതൊരു ഏകാത്മക മിശ്രിതമാണ്. കാരണം ഇതിൻ്റെ എല്ലായിടത്തും ആ ഒരു ഉപ്പ് രുചിയും പഞ്ചസാര രുചിയും എല്ലാം ഉണ്ടാവുമല്ലോ. ആ സോഡ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതൊരു ഏകാത്മക മിശ്രിതമാണ്. ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പ് ചേർത്തു. ഉപ്പ് ഗ്ലാസ്സിനടിയിൽ അലിയാതെ കിടക്കുന്നുണ്ട്. ഈ മിശ്രിതം ഏകാത്മക മിശ്രിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമുക്കറിയാം, ഉപ്പ് ഈ ഒരു വെള്ളത്തിൽ അലിയാതെ കിടന്നാൽ അത് ഭിന്നാത്മക മിശ്രിതം. രണ്ടും നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇനി ഈ മിശ്രിതം ഏകാത്മക മിശ്രിതമാക്കാൻ എന്ത് ചെയ്താൽ മതി? ഉപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇരുമ്പ്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡയോക്സൈഡ്, അലൂമിനിയം എന്നീ പദാർത്ഥങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായവ ടിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇരുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡയോക്സൈഡ്, അലൂമിനിയം. ഇനി ഇവിടെ ഒന്നാമത്തെ ക്ലൂ തന്നിരിക്കുന്നത് ഇവയെല്ലാം ശുദ്ധ പദാർത്ഥങ്ങളല്ല. ശരിയാണ്, ഇവയെല്ലാം എന്തല്ല? ശുദ്ധ പദാർത്ഥങ്ങളല്ല. പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹമിശ്രിതങ്ങളാണ്. അപ്പോൾ അതും ശരിയാണ്. പിച്ചള, ഇരുമ്പ്, വെങ്കലം ഇവ ലോഹമിശ്രിതങ്ങളാണ്. ടിക്ക് ശരിയാണ്. സ്വർണ്ണാഭരണം മിശ്രിതമാണ്. സ്വർണ്ണമാണെങ്കിൽ നമ്മൾ പഠിച്ചു ശുദ്ധമാണ്. പക്ഷേ സ്വർണ്ണാഭരണമാണെങ്കിൽ അതെന്താണ്? മിശ്രിതമാണ്. കാർബൺ ഡയോക്സൈഡ്, അലൂമിനിയം എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. ശരിയാണ്, കാർബൺ ഡയോക്സൈഡും അലൂമിനിയവും എന്ത് തന്നെയാണ്? ശുദ്ധപദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി തുടർ പ്രവർത്തനം തന്നിട്ടുണ്ട്. ഒരു ചില്ല് ഗ്ലാസ്സിൽ, അതായത് കവിഞ്ഞൊഴുക്ക് പാത്രം നിർമ്മിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്താ പറഞ്ഞത്? വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത പാനീയങ്ങളെക്കുറിച്ചും അവയുടെ നിർമ്മാണ രീതിയെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾക്കുള്ള ഒരു വർക്കാണ്. ഇതൊന്നും PSCക്ക് ആവശ്യം ഉള്ള കാര്യങ്ങളല്ല. ഇനി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ബേസിക് സയൻസ്, 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ്സുകൾ കാണുക. ഇനി നമ്മൾ ഈ ഓരോ ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. എപ്പോഴാണോ നമ്മൾ ഇനി ഒരു 8ാം ക്ലാസ്സിലെ സോഷ്യലും ബേസിക് സയൻസും കൂടി കഴിഞ്ഞാൽ, ഈ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കൂടിയുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും എല്ലാ ക്ലാസ്സുകളിൽ വീഡിയോസിലും അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അത് ഇനി കമൻറ്റുകൾ എന്തായാലും നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ലാസ്സുകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുക, ചൂണ്ടിക്കാണിക്കുക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.